ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്നുവിന് വേണ്ടി വിജയ് ശങ്കർ രുക്കുവിൻ്റെ കൊടുത്തുവിട്ട ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ അർച്ചന തിരികെ രുക്കുവിന് തന്നെ കൊടുക്കും. എനിക്ക് രുക്കുവിനോട് യാതൊരു നീരസവും ഇല്ല, പക്ഷേ ഇതൊന്നും ഇവിടെ വേണ്ട. രുക്കുവിന് സ്വന്തമായിട്ട് വരുമാനവും ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പം വേണ്ട. രുക്കു പറയുന്നുണ്ട്, ചേച്ചി ഇത് വലിയേട്ടൻ ചിന്നുവിന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചതാ. അർച്ചന പറയും, അതുകൊണ്ട് തന്നെയാ വേണ്ടാന്ന് പറഞ്ഞത്. രുക്കു പിന്നെയും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമെങ്കിലും അർച്ചന ഇത് കേൾക്കാൻ തയ്യാറാവില്ല. രുക്കു ദേഷ്യത്തോടെയാണ് അമ്പാട്ടിന്ന് പടി ഇറങ്ങിപ്പോകുന്നത്. അച്ചു ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം കാണുന്ന മഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റായിരുന്നു എന്ന് മഞ്ജു ചിന്തിക്കും. തിരികെ ചന്ദ്രകാന്തത്തിലേക്ക് പോകുന്ന വഴിക്ക് രുക്കു പറയുന്നുണ്ട്, ആദ്യം അർച്ചന ചേച്ചിയോട് എനിക്ക് കുറച്ച് സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ അവരിന്ന് ഞാൻ ചിന്തിച്ചില്ല എന്ന്. വിജയ് ശങ്കർ പറയും, നിനക്ക് ഇപ്പോഴെങ്കിലും അർച്ചനയുടെ തനി സ്വരൂപം മനസ്സിലായല്ലോ. രുക്കു പറയും, ഇപ്പോഴാ എന്തുകൊണ്ടാണ് വലിയേട്ടൻ അർച്ചന ചേച്ചി ഉപേക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ ആർക്കാണേലും കഴിയാൻ പറ്റില്ല. ഈ സാധനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് പോവണ്ടായിരുന്നു. വിജയ് ശങ്കർ പറയും, ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതായതുകൊണ്ടാ അർച്ചനയ്ക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ അവൾ തിരിച്ചതാ. മോളെ എന്തിനാ അവൾ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ മോളെ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. രുക്കു പറയും, ഇനി എന്ത് വില കൊടുത്തും ചിന്മയെ നമുക്ക് ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുവരണം ഏട്ടാ. അതേന്ന് വിജയ് ശങ്കറും പറയും. രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരുമ്പം ഞാൻ അമ്പാട്ടേക്ക് അച്ഛൻ്റെ ഭാര്യയായിട്ട് ചെല്ലും. എന്നിട്ട് വേണം അർച്ചന ചേച്ചിയെ നിലയ്ക്ക് നിർത്താൻ. നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അർച്ചന ചേച്ചി LLB. അർച്ചന ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നു കട്ടിലിൽ ഓരോന്നും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അർച്ചന പറയുന്നുണ്ട്, ഇന്ന് നേരം വൈകി, എത്രയും വേഗം ഓഫീസിലെത്തണം. ഞാൻ വരുമ്പം നിനക്ക് എന്തേലും വാങ്ങിയിട്ട് വരണോ? വേണമെങ്കിൽ പറ, ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെയും ചിന്നുവിൻ്റെ അനക്കൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അർച്ചന ചിന്നുവിനെ ശ്രദ്ധിക്കുന്നത്. അന്നേരമാണ് അവൾ എന്തോ ആലോചനയിൽ ഇരിക്കുന്നത് കാണുന്നത്. മോളെ ചിന്നു എന്നും പറഞ്ഞ് അർച്ചന ചിന്നുവിനെ തട്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? ഞാൻ കോടതിയിൽ നിന്ന് വരുമ്പോൾ നിനക്ക് എന്തേലും വാങ്ങിയിട്ട് വരണോന്ന്. അന്നേരം തന്നെ അവളെ വേണ്ടാന്ന് പറയും. അർച്ചന പറയും, ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ നീ വേണ്ടാന്ന് പറഞ്ഞോ? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലാന്ന് ചിന്നു പറയും. അർച്ചന ചോദിക്കും, വിജയ് ശങ്കർ നിനക്ക് വേണ്ടി കൊടുത്തയച്ച സാധനങ്ങളെല്ലാം ഞാൻ തിരികെ കൊടുത്തയച്ചതിൽ നിനക്ക് വിഷമമുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയും, നീ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മോളെ അയാൾ ഇതെല്ലാം കൊടുത്തയച്ചത്. ആയിരുന്നെങ്കിൽ ഇതെല്ലാം നീ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നിനക്കുണ്ടായിരുന്നു. അന്ന് നിന്നെ കാണാൻ വരുവോ, നിനക്ക് ഒരു കഷ്ണം മുട്ടായി പോലും കൊണ്ടുതരുവോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അയാൾ ഈ കാണിക്കുന്നതെല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അയാളുടെ വെറും പ്രഹസനം മാത്രമാ. അതുകൊണ്ടാ അമ്മ അതെല്ലാം തിരിച്ചയച്ചത്. മോക്ക് ഈ അമ്മയോട് ദേഷ്യമുണ്ടോ? ചിന്നു പറയും, ദേഷ്യമോ? എൻ്റെ അമ്മയോടോ? എനിക്കറിയാലോ എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ലെന്ന്. എനിക്ക് എൻ്റെ അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. അർച്ചന പറയും, നീ വിഷമിച്ചിരിക്കുന്ന കണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതാ, പോട്ടെ, അതെല്ലാം വിട്ടേക്ക്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു മുറിയുടെ വാതിക്ക് നിപ്പുണ്ട്. അവള് ചിന്തിക്കുന്നുണ്ട്, അമ്മ സോപ്പാണെങ്കിൽ മോള് സോപ്പ് ഓടിയാ. അർച്ചന പോകാൻ ഇറങ്ങുമ്പം അച്ചു അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട്, നിന്റെ ആ SI സെലക്ഷൻ്റെ അടുത്ത ബാച്ച് ട്രെയിനിങ്ങിന് വിളിക്കാനുള്ള സമയമായി, നീ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കണമെന്ന്. അച്ഛനത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകും. വിജയശങ്കറും രുക്കും ചന്ദ്രകാന്തത്തിൽ തിരികെ എത്തുന്നുണ്ട്. അമ്പാട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പം ചന്ദ്രലേഖ പൊട്ടിച്ചിരിക്കും. ശരിക്കും നിങ്ങൾ നാണം കെട്ട് പോയില്ലേ? ഈ സാധനങ്ങളെല്ലാം പൊതിഞ്ഞുകൊണ്ട് പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? അർച്ചനയ്ക്ക് നല്ല അഹങ്കാരവാ. സാധാരണ ഒരു രോഗിയെ നമ്മൾ കാണാൻ ചെല്ലുമ്പം പഴങ്ങളൊക്കെ കൊണ്ടുപോകും. ഇഷ്ടമില്ലെങ്കിൽ അത് കഴിക്കണ്ട എന്ന് വെച്ച് വേണ്ടാന്ന് പറഞ്ഞ് തിരികെ തന്നു വിടുവോ? ശരിക്കും നിങ്ങളെ അപമാനിക്കുമല്ലായിരുന്നു എന്നും ചോദിച്ച് അർച്ചനയെ കുറേ കുറ്റപ്പെടുത്തി സംസാരിക്കും. രുക്കു അതിനെ ശരിവെക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് ആരോടും തീരെ റെസ്പെക്റ്റ് ഇല്ലാന്നും പറഞ്ഞ് ചന്ദ്രലേഖ പറയും, നിങ്ങളെ തന്നെ മിസ്റ്റർ വിജയ് ശങ്കർ എന്നല്ലേ അർച്ചന വിളിക്കുന്നത്? സ്വന്തം കൊച്ചിൻ്റെ അച്ഛനാന്ന് പോലും ആലോചിക്കാറില്ലല്ലോ. വിജയ് ശങ്കർ പറയുന്നുണ്ട്, അല്ലേലും എനിക്ക് അവളുടെ റെസ്പെക്റ്റ് ഒന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ മകൾ ചിന്മയ്യ. അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് ചന്ദ്രലേഖയ്ക്ക് ഇഷ്ടാവില്ല. ചന്ദ്രലേഖ പറയും, അവൾ എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾ എന്തിനാ അവളുടെ പേരും പറഞ്ഞ് സമയം കളഞ്ഞിങ്ങനെ നടക്കുന്നത്? വിജയ് ശങ്കർ പറയും, ഈ കാര്യത്തിൽ ചന്ദ്ര ഇടപെടാൻ വരണ്ട, ഇത് ഞാനും എൻ്റെ മകളും തമ്മിലുള്ള കാര്യമാണ്. ചന്ദ്രലേഖ പറയും, അപ്പം ഞാനും എൻ്റെ മക്കളുമോ? വിജയ് ശങ്കർ പറയും, നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിഗണനയും കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ ചിന്നുവിനെ എനിക്ക് വേണം, ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ് വിജയ് ശങ്കർ അവിടുന്ന് പോകും. ഓരോന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്ന ചിന്നുവിൻ്റെ അടുത്ത് നിന്ന് മഞ്ജു പറയുന്നുണ്ട്, ചിന്നുവിന് വേണ്ടി അച്ഛൻ കൊടുത്തയച്ച ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒന്നും തിരികെ കൊടുത്ത് വിടണ്ടായിരുന്നു. ഇത് ശരിക്കും ചിന്നുവിൻ്റെ അച്ഛനെയും ആ രുക്മിണിയൊക്കെ അപമാനിക്കുന്ന പോലെ ആയില്ലേ? എനിക്ക് തന്നെ കണ്ടിട്ട് വിഷമായി. പക്ഷേ എനിക്കെന്തേലും പറയാൻ പറ്റുമോ? ഞാൻ വന്നു കയറിയ പെണ്ണല്ലേ, നാത്തൂനല്ലേ. പക്ഷെ മോക്ക് പറയാമായിരുന്നല്ലോ മോക്കത് ദേഷ്യമായി എന്നുള്ളത്. അവൾ പറയും, എനിക്ക് ദേഷ്യമൊന്നും ആയില്ല ആൻറ്റി, പക്ഷെ എനിക്ക് വിഷമം തോന്നി. മഞ്ജു മനസ്സിൽ ചിന്തിക്കും, നിന്റെ ഈ വിഷമം അർച്ചനയോടുള്ള ദേഷ്യമാക്കി ഞാൻ മാറ്റിക്കോളാം. ചിന്നു പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വേണ്ടി ഒരാൾ കൊടുത്തയച്ചതല്ലേ.
മഞ്ജു പറയും വെറും ഒരാളല്ലല്ലോ, മോളുടെ സ്വന്തം അച്ഛനല്ലേ, ആ അച്ഛന് അതിനുള്ള അവകാശം ഇല്ലേ? മോളോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെയല്ലേ അർച്ചന ചേച്ചി അതെല്ലാം തിരികെ കൊടുത്തത്? മോക്ക് പറയായിരുന്നല്ലോ ഇതൊന്നും അമ്മ കൊടുത്തയക്കേണ്ട, എനിക്കിതെല്ലാം വേണമെന്ന്. ചിന്നു പറയും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവില്ലേ? മഞ്ജു പറയും പക്ഷെ മോക്കുണ്ടായ വിഷമം അർച്ചന ചേച്ചി മനസ്സിലാക്കുന്നില്ല. മോളെ വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചതൊക്കെ അർച്ചന ചേച്ചിയാ എന്ന് കരുതി ഇപ്പോഴും ആ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? മോക്ക് 18 വയസ്സ് പൂർത്തിയായില്ലേ, ഇനി സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാം. മോളുടെ ഇഷ്ടത്തിന് വേണം മോൾ ഓരോന്ന് തീരുമാനിക്കാൻ. അച്ഛന് മോളെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മോള് ആ പ്രതീക്ഷകളൊന്നും ഇല്ലാതാക്കരുതെന്നും പറഞ്ഞ് മഞ്ജു കയറി പോകും. മഞ്ജുവിന് മനസ്സിലാവും ചിന്നുവിൻ്റെ മനസ്സിൽ അത് കൊണ്ടിട്ടുണ്ടെന്ന്. അച്ചു രുക്കും പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. രുക്കു അർച്ചനയോടുള്ള ദേഷ്യത്തിലാണ്. അവൾ പറയുന്നുണ്ട് മുമ്പ് എനിക്ക് നിന്റെ ചേച്ചിയോട് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതെല്ലാം ഇല്ലാതായി. അച്ചു പറയുന്നുണ്ട് നിന്നോട് ചേച്ചിക്ക് ഒരു വിരോധവും ഇല്ല, വിജയശങ്കർ കൊടുത്തായതുകൊണ്ടല്ലേ അതെല്ലാം തിരികെ തന്നത്. രുക്കു പറയും പക്ഷെ അവിടെ എന്നെയും കൂടി അപമാനിക്കുമല്ലായിരുന്നോ? എനിക്ക് അന്നേരം പറഞ്ഞാലോ എന്ന് തോന്നിയതാ, ഞാൻ നിന്റെ പെണ്ണാന്ന്, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അർച്ചന നിന്ന് വേർത്തേനെ. അച്ചു പറയും അർച്ചന ചേച്ചി മാത്രമല്ല ഞാനും പെട്ടുപോയേനെ. രുക്കു പറയും നിനക്ക് ഗട്ട്സ് ഇല്ല, അല്ലെങ്കിൽ നീ പറയണമായിരുന്നു രുക്കുവിനെ ഇൻസൾട്ട് ചെയ്യരുത്, അവൾ എൻ്റെ പെണ്ണാന്ന്. അച്ചു പറയും എനിക്ക് ഗട്ട്സ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ഇത്രയും നാളും ചിന്നുവിനെ ഒന്ന് കാണാൻ പോലും വരാതിരുന്ന ആള് ഇപ്പം എന്തിനാ ചിന്നുവിന് ഈ സാധനങ്ങളും എല്ലാം കൊണ്ട് വരുന്നത്? രുക്കു പറയും നിങ്ങൾ എപ്പോഴും ഇത് തന്നെ പറയൂലോ, പണ്ട് കുഞ്ഞിലെ ചിന്നുവിനെ വലിയേട്ടൻ കാണാൻ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുമായിരുന്നോ? ഇല്ലല്ലോ, അത് വലിയേട്ടൻ്റെ മുഖത്തെറിയത്തല്ലേ ഉള്ളായിരുന്നു. അതിന് അച്ഛന് മറുപടിയൊന്നുമില്ല. പിന്നെ രുക്കു വലിയേട്ടനെ ന്യായീകരിച്ചും അർച്ചനെ താഴ്ത്തി കിട്ടി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ദേഷ്യം വന്ന് അച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. രുക്കു പുറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും നിന്റെ ചേച്ചി LLB പരീക്ഷ പാസ്സായത് എൻ്റെ വലിയേട്ടൻ്റെ മിടുക്ക് കൊണ്ടും കൂടിയാ, വലിയേട്ടൻ വിചാരിച്ചിരുന്നെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അച്ചു ചോദിക്കും നീ എന്താ പറഞ്ഞു വരുന്നത്, നിന്റെ ചേട്ടൻ്റെ ഔദാര്യം കൊണ്ടാണ് എൻ്റെ ചേച്ചി വക്കീലായെന്നോ? അവള് പറയും ചേച്ചിയുടെ മഹത്വം കൊണ്ട് മാത്രമല്ല എന്നാ ഞാൻ പറഞ്ഞത്, ഇതിനൊന്നും നീ മറുപടി അർഹിക്കുന്നില്ല എന്നും പറഞ്ഞ് അച്ചു പോകാൻ തുടങ്ങുമ്പോൾ രുക്കു അവൻ്റെ കയ്യിൽ കയറി പിടിക്കും. എനിക്ക് നിന്റെ ചേച്ചിയോ നിനക്ക് എൻ്റെ ചേട്ടനെയോ അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരുടെ അനുവാദം ഇല്ലാതെ നമ്മളുടെ കല്യാണം നടക്കുന്ന കാര്യവും എളുപ്പമല്ല. നമുക്ക് ഇവരെല്ലാം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ വഴിയരികിൽ നിന്ന് കാണേണ്ട അവസ്ഥ വരും. അച്ചു പറയും രുക്കു നിനക്ക് നിന്റെ വീട്ടുകാരെ വിട്ടുപോരാൻ എളുപ്പമായിരിക്കും, അത്രയ്ക്കുള്ള അറ്റാച്ച്മെന്റ് നിനക്ക് അവിടെ ഉള്ളവരുമായിട്ട് കാണൂ, പക്ഷെ എനിക്കങ്ങനെയല്ല, എൻ്റെ വീട്ടുകാരെ വിട്ടുപോരാൻ എനിക്കാവില്ല. രുക്കു പറയും അർച്ചനേച്ചിയുടെ സാരിത്തുമ്പിൽ നിന്നും വിട്ടുപോരാനാവില്ലെന്ന് പറ. ഒരു തർക്കത്തിന് എന്താണേലും ഞാനില്ല. പ്രാക്ടിക്കലായ ഒരു കാര്യം ഞാൻ പറയാം, ചന്ദ്രകാന്തത്തില് നിനക്ക് എന്താണേലും കല്യാണം ആലോചിച്ച് വെച്ചേക്കുമല്ലേ, നീ അതങ്ങ് സമ്മതിക്ക്. അത് കേട്ട് അച്ചൂന്ന് രുക്കു വിളിക്കുമ്പോൾ അവൻ പറയും ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, അർച്ചന ചേച്ചി അംഗീകരിക്കാത്ത ഒരാളെ കൂടെ കൂട്ടാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അച്ചു രുക്കു പേരെ എനിക്കും ഇഷ്ടമാണ്, അവർ കല്യാണം കഴിക്കുന്ന കാണാനും ആഗ്രഹമുണ്ട്. മുമ്പ് ഒരു കമൻറ്റ് കണ്ടിരുന്നു അച്ചു രുക്കും പ്രണയിച്ചത് ഒരു തെറ്റാണ്, കാരണം ഈ രണ്ട് വീട്ടുകാരും ശത്രുക്കളാണ്. അന്നേരം ഒരു ശത്രുവിൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പം അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് ചോദിച്ച് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാനും ഒന്ന് ചിന്തിച്ചു. ഏറെക്കുറെ ശരി തന്നെയാണ്, കാരണം അർച്ചന വിജയശങ്കറുമായിട്ട് ഡിവോഴ്സ് ആയതും പിന്നെ ആ വീട്ടുകാരെ ഇവരൊരു കുടുംബമാണെങ്കിലും ശത്രുവിൻ്റെ ഭാഗത്ത് കാണുന്നതാ. എന്താണേലും കല്യാണശേഷം അച്ചുവിനും രുക്കുവിൻ്റെ വീട്ടിൽ പോകേണ്ട സാഹചര്യവും വിജയശങ്കറിനോടും സത്യനോടും ഒക്കെ നല്ലപോലെ മിണ്ടേണ്ട സാഹചര്യമൊക്കെ വരും. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. രുക്കു പക്ഷേ ഇടയ്ക്കൊക്കെ അർച്ചനോട് സ്നേഹത്തോടെ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാൽ അച്ചുവിന് അത് തീരെ പറ്റില്ല. ഇപ്പാണ് രുക്കുവിനും അർച്ചനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. ഇവർ ശരിക്കും ഒന്നിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത്.